ഹായ്, എവർക്കും സഹകാരി റേസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിസത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ലോസിനെ കുറിച്ചാണ്, നിയമങ്ങളെക്കുറിച്ചാണ്. ബയോട്ട് സവാർട്ട് ലോയും അതുപോലെ തന്നെ ആംബിയർ സർക്യൂട്ടൽ ലോയും. അപ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ, ഗോസസ് ലോ, അതുപോലെ തന്നെ ഓംസ് ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് മറ്റ് നിയമങ്ങളുടെ പേരാണ് ബയോട്ട് സവാർട്ട് ലോയും ആംബിയർ സർക്യൂട്ടൽ ലോയും. ഈ രണ്ട് നിയമങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് രണ്ട് പോയിന്റുകൾ, വേറെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അതിൽ ആദ്യത്തെ കാര്യമാണ് സോളിനോയിഡ് എന്ന് പറയും. സോളിനോയിഡ് ഈസ് എ ലോങ് ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. അതായത് ഹെലിക്സ് എന്ന് പറയും. ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഹെലിക്സ്. ഇങ്ങനെ നമ്മൾ കാണിച്ചാൽ അതിനെ ഹെലിക്സ് എന്ന് പറയും. സർപ്പിൾ ആകൃതി എന്നാണ് മലയാള ഒരു വാക്ക്. അപ്പോൾ ഈ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്ത കമ്പി ചുറ്റിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിനോയിഡ് ഈസ് എ ലോങ് ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയ കമ്പിച്ചുറ്റിൻ്റെ പേരാണ് എന്ത്? സോളിനോയിഡ്. മറന്നുവരുത്, ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയ കമ്പിച്ചുറ്റിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി when current flows through the solenoid, it behaves as a bar magnet. കറണ്ട് ഒരു സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ സോളിനോയിഡ് ഒരു ബാർ കാന്തത്തെ പോലെ ആക്ട് ചെയ്യും. ബാർ കാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാർ കാന്തത്തെ സംബന്ധിച്ച് അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ അതുപോലെ സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സോളിനോയിഡ് ഒരു ബാർ കാന്തത്തെ പോലെ ആക്ട് ചെയ്യും. അഥവാ ഒരു സോളിനോയിഡിൽ നോർത്ത് പോളും സൗത്ത് പോളും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഫോർ എ ലോങ് സോളിനോയിഡ് ദ ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് നിയർലി സീറോ, ദ ഫീൽഡ് ഇൻസൈഡ് ഈസ് എവരിവെയർ പാരലൽ ടു ദ ആക്സിസ്. എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സോളിനോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് ചുറ്റുമായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സോളിനോയിഡിൽ കൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. എന്നാൽ ഈ സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? പാരലലായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻസുലേറ്റഡ് വയറാണ് വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയ കമ്പീനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, കറണ്ട് സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സോളിനോയിഡ് ഒരു ബാർ കാന്തത്തെ പോലെ ആക്ട് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അതിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? അതിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലലായിട്ട് പാസ് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് എന്ന് പറയുന്നത് B = μ0Ni. ഒരിക്കൽ കൂടെ, ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് B = μ0Ni. μ0 ഇങ്ങനെ ഇട്ടാൽ μ0 എന്ന് വായിക്കാം. μ0 ഇതിന്റെ പേര് പെർമിയബിലിറ്റി എന്നാണ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലയൻസിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിന്റെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ മീഡിയത്തിന് ഓരോ പെർമിയബിലിറ്റിയാണ്. ചില വസ്തുക്കൾക്ക് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. ചിലതിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള ടെൻഡൻസി അഥവാ കഴിവ്, എബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ μ0 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എയറിന്റെ പെർമിയബിലിറ്റി. എയറിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു കഴിവുണ്ട്. അതിനെയാണ് μ0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ μ0 ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പഠിക്കുക. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ ഈ കമ്പി അല്ലെങ്കിൽ ഈ ഒരു സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് n. I എന്ന് പറഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സോളിനോയിഡിന് എത്ര ചുറ്റുകളുണ്ടോ ആ ചുറ്റിനെ n എന്ന് പറയും. ആ സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ I എന്ന് പറയും. നമ്മൾ ഏതാണോ മീഡിയം എടുത്തിരിക്കുന്നത് ആ മീഡിയത്തിന് μ0 എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ സോളിനോയിഡിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എന്തെന്ന് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്.
അതിൻ്റെ ഉത്തരം ബി ഈസ് ഈക്വൽ ടു ഏതാണ്? μ0 ni എന്നാണ്. പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചു, μ0. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഫ്രീ സ്പേസ് ആയതുകൊണ്ടാണ് μ0 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇനി ഫ്രീ സ്പേസ് അല്ല, വേറൊരു വാട്ടർ എന്ന് പറയുന്ന മീഡിയമാണ് നമ്മൾ പരിഗണിച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയമാണ് കൺസിഡർ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്യും. അതിനെ നമ്മൾ മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. മ്യൂ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് മീഡിയം, ഒരു മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി ഓഫ് മീഡിയം. ഓക്കെ, മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയും. μ0 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. വ്യത്യാസം മനസ്സിലായ? μ0 എന്ന് പറയുന്നത് എയറിൻ്റെ പെർമിയബിലിറ്റി ആണ്. എയർ അല്ലാണ്ട് ഒരു മീഡിയം നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവിടെ മ്യൂ എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യാവൂ. അതിനെ പെർമിയബിലിറ്റി ഓഫ് മീഡിയം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു സോളിനോയിഡിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ സോളിനോയിഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ടൊറോയിഡിലേക്കാണ്. വാട്ട് ഈസ് ടോറോയിഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സോളിനോയിഡ് ബെൻഡ് ഇൻ ടു ദ ഫോം ഓഫ് എ സർക്കിൾ അഥവാ വൃത്തപാതയിൽ വൃത്താകൃതിയിൽ ചുറ്റിയ സോളിനോയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൊറോയിഡ് എന്ന് പറയുന്നത്. ബാക്കി പോയിന്റ് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ടൊറോയിഡ് ബിക്കം 0. അപ്പോൾ ഒരു സോളിനോയിഡ് എടുത്തിട്ട് ആ സോളിനോയിഡിനെ ഇങ്ങനെ കമ്പി ചുറ്റിനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ സർക്കിൾ ആകൃതിയിൽ ചുറ്റിയെടുത്താൽ അത് ടോറോയിഡ് ആയിട്ട് മാറും. ഇതാണ് ടോറോയിഡ് എന്ന് പറഞ്ഞാൽ. ഈ ടോറോയിഡിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0, അതിനുള്ളിലും മാഗ്നറ്റിക് ഫീൽഡ് 0. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് സോളിനോയിഡ് ഈസ് B ഈക്വൽ ടു μ0 ni. ഓക്കെ, അപ്പോൾ എന്തുവാണ് ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ? ടൊറോയിഡ് എന്ന് പറയുന്നത് അതൊരു സോളിനോയിഡ് തന്നെയാണ്. ആ സോളിനോയിഡിനെ സർക്കുലർ ഷേപ്പിൽ ചുറ്റി വെച്ചാൽ അതിൻ്റെ പേരാണ് ടൊറോയിഡ്. ഈ ടൊറോയിഡിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും, അതിൻ്റെ ഉള്ളിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. എന്നാൽ അതിൻ്റെ സർഫസിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ B ഈസ് ഈക്വൽ ടു μ0 ni എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ടൊറോയിഡിൻ്റെ സർഫസിലും എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇൻസൈഡിലും ഔട്ട്സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സോളിനോയിഡ് എന്താണെന്ന് പഠിച്ചു. സോളിനോയിഡിനെ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് മാറ്റുന്നതിൻ്റെ പേരാണ് ടൊറോയിഡ് എന്ന് പഠിച്ചു. ടൊറോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്ത് 0, വെളിയിലും 0, എന്നാൽ അതിൻ്റെ സർഫസിൽ μ0 ni ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തു എടുത്താൽ ആ വസ്തുവിൽ നമുക്ക് കാന്തശക്തി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. അതായത് ഒരു വസ്തുവിൽ മാഗ്നറ്റിസം കൊണ്ടുവരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് കമ്പിയുണ്ട്. അപ്പോൾ ഈ ഇരുമ്പ് കമ്പിയെ ഞാനൊരു കാന്തമായിട്ട് കൊണ്ടുവന്നാൽ ആ ഇരുമ്പ് കമ്പി ചിലപ്പോൾ കാന്തമായിട്ട് മാറും. അതായത് ഈ കാന്തത്തിൻ്റെ സഹായം കൊണ്ട് ഇരുമ്പ് കമ്പിയെ ഞാൻ കാന്തമാക്കി മാറ്റി അഥവാ മാഗ്നറ്റിസം ഇതിലേക്ക് കൊണ്ടുവന്നു, ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ മാഗ്നറ്റിസം ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് മാഗ്നറ്റൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് കമ്പി കാന്തമാണ്. ഈ ഇരുമ്പ് കമ്പിക്ക് വേറൊരു ഇരുമ്പ് കമ്പി അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു കാന്തത്തിൻ്റെ പ്രസൻസ് കൊണ്ട് വേറൊരു വസ്തു കാന്തമായി മാറുന്ന പ്രവർത്തനത്തെയാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റൈസേഷൻ എങ്ങനെയാണെങ്കിലും മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കുന്നത് മാഗ്നറ്റൈസേഷൻ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഞാൻ എടുത്ത ഇരുമ്പ് കമ്പിയിൽ മാഗ്നറ്റിക് മൊമെന്റ് ആദ്യം ഇല്ല. മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഒരു വസ്തുവിന് കാന്തശക്തി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ എടുത്ത ഇരുമ്പ് കമ്പിക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലായിരുന്നു. എന്നാൽ ഈ ഇരുമ്പ് കമ്പിയെ ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കാന്തത്തിൻ്റെ പ്രസൻസ് കൊണ്ട് ഇരുമ്പ് കമ്പിക്ക് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ ആ യൂണിറ്റ് വോളിയത്തിൽ എത്രയാണോ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയത് അതിനെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തുവിന് മാഗ്നറ്റൈസേഷൻ അഥവാ മാഗ്നറ്റിസം കിട്ടുന്നതാണ് മാഗ്നറ്റൈസേഷൻ. കാന്തശക്തി കിട്ടുന്നതാണ് മാഗ്നറ്റൈസേഷൻ. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് ബൈ എന്തെന്ന് പഠിക്കുക? വോളിയം എന്ന് പഠിക്കുക. ഇനി മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ ആണ്. ആംപിയർ പെർ മീറ്റർ. ഈ താഴത്തെ മീറ്റർ മോളി വരുമ്പോൾ ആംപിയർ മീറ്റർ റൈസ് ടു -1 ആവും. ഓക്കെ, ആംപിയർ മീറ്റർ ആംപിയർ മീറ്റർ സ്ക്വയർ ആംപിയർ മീറ്റർ റൈസ് ടു -1.
ഇതെല്ലാം തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആംപിയർ മീറ്റർ എന്ന് പറയുമ്പോൾ അത് പോൾ സ്ട്രെങ്ത് ആണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം പോൾ സ്ട്രെങ്തിന്റെ യൂണിറ്റ് ആണ് ആംപിയർ മീറ്റർ. ആംപിയർ മീറ്റർ സ്ക്വയർ ഏതിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ആംപിയർ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ് ആംപിയർ മീറ്റർ സ്ക്വയർ. ആംപിയർ മീറ്റർ റൈസ് ടു -1 ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച മാഗ്നറ്റൈസേഷൻ. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ഇത് മറന്നു പോകരുത്. ഏതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ചേർത്ത് ചോദിക്കാം. അപ്പോൾ എല്ലാം ഒരുപോലാണ് ഇരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സാധ്യതയുണ്ട്. ആംപിയർ മീറ്റർ എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ഒരു കാന്തത്തിൻ്റെ പോളിനുണ്ടാകുന്ന കാര്യമാണ് പോൾ സ്ട്രെങ്ത്. അതിൻ്റെ യൂണിറ്റാണ് ആംപിയർ മീറ്റർ. ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റാണ്. ആംപിയർ മീറ്റർ റൈസ് ടു -1 എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ യൂണിറ്റാണ്? മാഗ്നറ്റൈസേഷൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ആലോചിക്കുക. ഒരു കാന്തത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിസം കിട്ടുന്ന ആ ഒരു കാര്യത്തെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ഇൻ എ മെറ്റീരിയൽ ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഞാൻ പറഞ്ഞത്, മാഗ്നറ്റിക് മൊമെന്റ് ബൈ വോളിയം. ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, യൂണിറ്റ് പഠിക്കുക, ഏത് ക്വാണ്ടിറ്റി ആണെന്ന് പഠിക്കുക, എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ലോയിലേക്ക് പോകാൻ പോവുകയാണ്. ഈ ലോയുടെ പേരാണ് ബയോട്ട് സവാർട്ട് ലോ. ശ്രദ്ധിച്ചിരിക്കുക. ബയോട്ട് സവാർട്ട് ലോ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട്, ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും, അഥവാ ഇലക്ട്രിക് കറണ്ട് I ആണ്, മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. അപ്പൊ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം, റിലേഷൻ പറയുന്ന ലോ ഏത് എന്ന് ചോദിച്ചാൽ അത് ബയോട്ട് സവാർട്ട് ലോയാണ്. ഇലക്ട്രിക് കറണ്ട്, വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ലോയാണ്? ബയോട്ട് സവാർട്ട് ലോ എന്ന് പറഞ്ഞ് ഏതാണ് ലോ? ബയോട്ട് സവാർട്ട് ലോ. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ നിയമത്തെയാണ് ബയോട്ട് സവാർട്ട് ലോ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ലോ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ ലോ ഒരിക്കലും നമ്മുടെ എക്സാമിന്, PSC എക്സാമിന് ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അതായത് എഴുതാൻ പറയത്തില്ല. നിങ്ങൾക്കറിയാം അത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ബബിൾ ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ OMR ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതേത് ലോ ആണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ബയോട്ട് സവാർട്ട് ലാ പറഞ്ഞത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു, അത് നേരനുപാതത്തിലാണ് എന്തിന്? കറണ്ടിന്, ആ സ്ഥലത്തു കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്, ലെങ്ത് ഓഫ് കറണ്ട് എലമെന്റ്. എന്താണ് കറണ്ട് എലമെന്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് സൈൻ ഓഫ് ദ ആംഗിളിന്റെ സൈന് എന്താണെന്ന് ഞാൻ പറയാം. ഇൻവേഴ്സ്ലി ആണ്, വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്ത്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ച്. ഇപ്പം ഇതൊരു കറണ്ട് കടന്നു പോകുന്ന വസ്തുവാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു വയറുണ്ട്. ഈ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്താൽ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ചുറ്റും എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്നതിനെ കുറിച്ച് പറഞ്ഞ ലോയാണ് എന്ത് ലോ? ബയോട്ട് സവാർട്ട് ലോ. അതനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? ബയോട്ട് സവാർട്ട് ലോ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ കറണ്ട് കടന്നു പോകുന്ന ഇത്രയും വലിയ വസ്തു എനിക്ക് വേണ്ട, അതിൽ ചെറിയൊരു പോർഷൻ എടുക്കുക. ചെറിയൊരു പോർഷൻ മാർക്ക് ചെയ്യുന്നു. ആ പോർഷനെ ഞാൻ ഒന്ന് കടുപ്പിച്ച് അതിനൊന്ന് എന്ത് ചെയ്യുന്നു? അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടുന്നു. ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലമെന്റ്. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ കറണ്ട് കടന്നു പോകുന്ന വസ്തുവിലെ ചെറിയൊരു സെക്ഷന്റെ പേരാണ് എന്ത്? കറണ്ട് എലമെന്റ്. അതിനെ നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ളത് DL എന്നാണ്. അപ്പൊ ഇതാണ് DL എന്ന് പറഞ്ഞാൽ ചെറിയ കറണ്ട് എലമെന്റ്. ഓക്കെ, DL ΔL ഒക്കെ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്, അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീനെയാണ്. അപ്പൊ DL ആണ് കറണ്ട് എലമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കറണ്ട് എലമെന്റ് ഈ പോയിന്റുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. അതാണ് തീറ്റ. ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ സെക്ഷനാണ് DL. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നിങ്ങൾക്ക് പിടികിട്ടി. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ DB എന്ന് പറയുന്നു. DB എന്ന് പറഞ്ഞാൽ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്.
സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. ഡി എൽ എന്ന് പറഞ്ഞാൽ സ്മോൾ കറണ്ട് എലമെൻറ്റ്, ഡി ബി എന്ന് പറഞ്ഞാൽ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ സ്മോൾ ഫീൽഡാണ് ഡി ബി. ആ ഡി ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡി ബി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡി ബി ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ അങ്ങ് പഠിക്കുക. ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ ഞാൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ നോക്കിക്കോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ബയോട്ട് സവാർട്ടിലാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബി ഈസ് ഈക്വൽ ടു ബയോട്ട് സവാർട്ടിലാണ് ഇക്വേഷൻ ആണ് ഡി ബി ഈക്വൽ ടു dB equal to μ0/4π into I dl sin theta divided by r square എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡി ബി ആണ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. μ0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. μ0 ഞാൻ മുന്നേ പറഞ്ഞതാണ്. μ0നെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയും. ഒരു സ്ഥലത്തുകൂടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി അഥവാ μ0 എന്ന് വിളിക്കുന്നത്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കും. അതിൻ്റെ വാല്യൂ ആണ് 4π × 10⁻⁻⁷. അതിൻ്റെ യൂണിറ്റ് ആണ് ഇതായി തന്നിരിക്കുന്നത്. ടെസ്ല മീറ്റർ ആംബിയർ ⁻⁻⁻1. യൂണിറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. μ0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് പഠിക്കുക. എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു മീഡിയത്തിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ ആണ്. അപ്പോൾ ഈ μ0 എന്താണെന്ന് മനസ്സിലായി. μ0/4π പിടികിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കറണ്ട് എലമെന്റ് എടുത്തതാണ്. കറണ്ട് കടന്നു പോകുന്ന ഒരു വസ്തു എടുത്തതാണ്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് ഐ എന്ന് വിളിക്കുന്നത്. ഡി എൽ എന്തെന്ന് ചോദിച്ചാൽ കറണ്ട് കടന്നു പോകുന്നതിലെ ചെറിയ സെക്ഷനെയാണ് ഡി എൽ എന്ന് പറയുന്നത്. ഡി എൽ കറണ്ട് എലമെന്റ് എന്ന് പറയും. ഇനി നമുക്ക് എവിടാണോ മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടത്, ഒരു പോയിന്റിലാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. കറണ്ട് കടന്നു പോകുന്ന വസ്തുവിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആ പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് ആർ എന്ന് വിളിക്കുന്നത്. ഇനി ആ ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് വേണ്ടത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ബയോട്ട് സവാർട്ടില എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു, നേരനുപാതത്തിലാണ്, എന്തിന്? കറണ്ടിന്, അതാണ് ഐ. ആൻഡ് ലെങ്ത് ഓഫ് കറണ്ട് എലമെന്റ്, അതാണ് ഡി എൽ. ആൻഡ് സൈൻ ഓഫ് ആംഗിൾ, ഈ ആംഗിളിന്റെ സൈന് ഇൻവേഴ്സ്ലി ആണ്. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ എഴുതണം, താഴെ എഴുതണം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്ത്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. അതിനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചത്. ഡി ബി ഈക്വൽ ടു μ0/4π × ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഒരിക്കൽ കൂടെ, ബയോട്ട് സവാർട്ട് ലോ എന്ന് പറയുന്നത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ നിയമമാണ് ബയോട്ട് സവാർട്ട് ലോ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതേത് ലോയാണ് എന്ന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ആലോചിക്കുക, ബയോട്ട് സവാർട്ടിലാണ് ഇക്വേഷൻ ഒന്നും ആലോചിക്കുക. അത് ഡി ബി എന്ന് പറഞ്ഞാൽ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? μ0/4π × ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിൽ μ0ക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് എയറിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പാസ് ചെയ്യിപ്പിക്കാൻ, കടത്തിവിടാൻ ഒരു കഴിവുണ്ട്. ആ ഒരു എബിലിറ്റിക്ക്, കഴിവിന് വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. μ0യുടെ വില വരുന്നത് 4π × 10⁻⁻⁷ ആണ്. അതിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ടെസ്ല മീറ്റർ ആംപിയർ ⁻⁻⁻1. ഇവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതൽ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഏത് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതും ബയോട്ട് സവാർട്ട് ലോ ആണെന്ന് എഴുതും. അതുപോലെ തന്നെ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ബന്ധം വരുന്ന ലോ ഏതെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ബയോട്ട് സവാർട്ട് ലോ എന്നാണ്. കൂടാതെ തന്നെ പരീക്ഷയ്ക്ക് ഇക്വേഷനെ ബേസ് ചെയ്ത്, ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കാം. അപ്പോൾ μ0/4π × ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കാണാതെ ഒന്നും പഠിക്കേണ്ട. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക, അഥവാ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുക. ഇത് എവിടെയെങ്കിലും കണ്ട ഇത് ബയോട്ട് സവാർട്ട് ലോ ആണ്, അല്ലെങ്കിൽ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധമാണ് എന്ന് തിരിച്ചറിയാൻ മാത്രം നിങ്ങൾക്ക് പറ്റിയാൽ മതി. അത് ഏത് ലോ ആണെന്ന് ചോദിച്ചാൽ അത് ഏത് ലോ ആണ്? ബയോട്ട് സവാർട്ട് ലോ ആണ്. കൂടാതെ
ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്. ആ കോൺസ്റ്റന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? μ0 എന്ന് വിളിക്കുന്നത്. μ0യുടെ പേര് പഠിക്കുക. ഏതാണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിയബിലിറ്റി എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു മീഡിയത്തിന് അല്ലെങ്കിൽ സ്പേസിന് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനായിട്ടൊരു കഴിവുണ്ട്, എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിയബിലിറ്റി. അപ്പോൾ μ0 അതാണ്. എയറിൻ്റെ പെർമിയബിലിറ്റിയാണ് μ0. വേറെ ഏതെങ്കിലും മീഡിയമാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ മ്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. മ്യൂ ഡിനോട്ട് ചെയ്യുന്നത് പെർമിയബിലിറ്റി ഓഫ് മീഡിയമാണ്. പെർമിയബിലിറ്റി ഓഫ് മീഡിയം, ഏതെങ്കിലും മീഡിയത്തിന്റെ പെർമിയബിലിറ്റിയാണ് മ്യൂ. എന്നാൽ μ0 ഡിനോട്ട് ചെയ്യുന്നത് പെർമിയബിലിറ്റി ഓഫ് ആരാണ്? ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണ് വ്യത്യാസം. മ്യൂ എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി ഓഫ് മീഡിയവും μ0 എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ആണ്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ലോയുമായി ബന്ധപ്പെട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ കാര്യമാണ്. അപ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഏത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ബയോട്ട് സവാർട്ട് ലോയിൽ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഫീൽഡിൽ വരുന്ന ഡയറക്ഷൻ, ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എന്ന് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ബയോട്ട് സവാർട്ട് ലോയുടെ ഒരു ആപ്ലിക്കേഷനിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ലോയാണ് ബയോട്ട് സവാർട്ട് ലോ. ഈ ബയോട്ട് സവാർട്ട് ലോയിൽ നിന്ന് നമുക്ക് വേറെ കുറേ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സർക്കുലാർ കോയിൽ എന്ന് പറഞ്ഞാൽ. സർക്കുലാർ കോയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഒരു കോയിലുണ്ട്. ഇതാണ് കോയിൽ. ഈ കോയിലിൽ കൂടെ ഞാൻ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നു, കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരു റിങ് എടുത്തു. ആ റിങ്ങിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ റിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബയോട്ട് സവാർട്ട് ലോ യൂസ് ചെയ്യാം. അങ്ങനെ ബയോട്ട് സവാർട്ട് ലോ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചധികം സ്റ്റെപ്പിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്ന ഇക്വേഷനാണ് ഇത്. ഈ ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ B is equal to μ0 NIA square divided by 2 into r square plus a square the whole raised to 3/2. ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം നിങ്ങൾ ഇത്രയും ആലോചിക്കുക. സർക്കുലാർ കോയിലുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നിയമത്തിൻ്റെ പേര് ബയോട്ട് സവാർട്ട് ലോ എന്നാണ്. അതുപോലെ തന്നെ ഇതിൽ ഓരോ ടേമും ഞാൻ പറഞ്ഞുതരാം. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നേരത്തെ അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു. n എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ എ കോയിൽ ഈസ് ഡിനോട്ടഡ് ബൈ n. I എന്ന് പറയുന്നത് കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, എത്ര കറണ്ടാണോ ഈ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നത് ആ കറണ്ടിനെയാണ് I എന്ന് പറയുന്നത്. വാട്ട് ഈസ് a എന്ന് ചോദിച്ചാൽ ഈ കോയിലിന് ഒരു റേഡിയസ് ഉണ്ടായിരിക്കും. കോയിലിൻ്റെ റേഡിയസ് ആണ് ആരെന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞു. A ആണ് കോയിലിൻ്റെ റേഡിയസ്. ഇനി ഇതിലൊരു R ഉണ്ട്. R എന്താണെന്ന് ചോദിച്ചാൽ ഈ കോയിലിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരമാണോ എടുക്കുന്നത് ആ ദൂരത്തെയാണ് R എന്ന് വിളിക്കുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്. ഒരു വളയുണ്ട്, ആ വളയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ 20 സെൻറ്റിമീറ്റർ അകലെ എത്ര ഫീൽഡ് ഉണ്ടായി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ നിങ്ങൾ R-ൻ്റെ സ്ഥാനത്ത് 20 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കണം. പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ സർക്കുലാർ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോ ഏതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന ലോ ഏതെന്ന് ചോദിച്ചാൽ അത് ബയോട്ട് സവാർട്ട് ലോയാണ്. അപ്പോൾ അങ്ങനെ ബയോട്ട് സവാർട്ട് ലോയിൽ നിന്ന് നമ്മൾ നിർമ്മിക്കുന്ന ഇക്വേഷനാണ് μ0 NIA square divided by 2 into r square plus a square the whole raised to എന്ത് 3/2 എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ പോയിന്റ്, ഈ നമ്മളെടുത്ത പോയിന്റ് ഈ കോയിലിൻ്റെ സെൻറ്ററിലാണെന്ന് വിചാരിക്കുക. ഇതാണ് സർക്കുലാർ കോയിൽ. സർക്കുലാർ കോയിലിൻ്റെ നടുക്കാണ് ആ പോയിന്റ് വരുന്നത്. സെൻറ്ററിലാണ് പോയിന്റ് വരുന്നത് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ B equal to μ0 NI by 2a ആണ്. എന്താണ് μ0?
പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസിന് മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാൻ ഒരു കഴിവുണ്ട്. ആ കഴിവിനെ μ0 അഥവാ പെർമിയബിലിറ്റി എന്ന് പറയും. വാട്ട് ഈസ് എൻ? നമ്മൾ എടുക്കുന്ന കോയിലിന്റെ ചുറ്റുകൾ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് ചിത്രവും പറഞ്ഞത് ഒറ്റ കോയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു കോയിൽ ബേസ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം ചുറ്റുകളുള്ള കോയിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ 50 ചുറ്റുള്ള കോയിൽ എടുത്തു എന്ന് പറഞ്ഞാൽ ആ എന്നിന് പകരം എത്ര കൊടുക്കുക? 50 കൊടുക്കുക. വാട്ട് ഈസ് ഐ? ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞാൽ ആ കോയിൽ, നമ്മൾ എടുക്കുന്ന കോയിലിന്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സർക്കുലാർ കോയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സർക്കുലാർ കോയിൽ ആരുടെ ആപ്ലിക്കേഷനാണ്? ബയോട്ട് സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷനാണ്. അതുപോലെ ഒരു കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡ് ഇതാണ്. കൂടാതെ ഇതിൻ്റെ സെൻറ്ററിലും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സെൻറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ni എത്രയാണ്? 2a ആണ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ μ0 എന്താണെന്നറിയാം, n എന്താണെന്നറിയാം, i എന്താണെന്നറിയാം, a എന്താണെന്നറിയാം. a ആണ് കോയിലിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി n ആണ് ചുറ്റുകൾ. കോയിലിൽ എത്ര ചുറ്റുണ്ടോ ആ ചുറ്റിനെയാണ് n എന്ന് പറയുന്നത്. i എന്ന് പറഞ്ഞാൽ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ടിനെയാണ് i എന്ന് പറയുന്നത്. μ0യുടെ പേര് നിങ്ങൾക്കറിയാം, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു. അതിൻ്റെ പേരാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. ലോറൻസ് ഫോഴ്സ്. ലോറൻസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു നിയമമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ലോറൻസ് ഫോഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും വരും, രണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വരും. അപ്പോൾ ലോറൻസ് ഫോഴ്സിനെ നമുക്ക് രണ്ടാക്കി മാറ്റാൻ പറ്റും, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാ ഞാൻ കുറച്ച് ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ഈ ആരോ മാർക്കാണ് എന്തെന്ന് സങ്കല്പിക്കുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് സങ്കല്പിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്ററി അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഒരു ചാർജിനെ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഞാൻ വെച്ച ചാർജ് Q. ഇതാരാ? ഇലക്ട്രിക് ഫീൽഡ് E. അപ്പോൾ എൻ്റെ കയ്യിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു ചാർജും ഉണ്ട്. അപ്പോൾ ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അപ്പോൾ തന്നെ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് F = എന്ത്? QE. എക്സാമിന് ചോദിക്കാം. ഈ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ എന്തുവാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജിന് കിട്ടുന്ന ഫോഴ്സ് ആണ്. എപ്പോൾ കിട്ടുന്ന ഫോഴ്സ്? ചാർജ് ഇലക്ട്രിക് ഫീൽഡിലായിരുന്നാൽ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F = എന്ത്? QE എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഇതേ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ആരോ മാർക്ക് കാണിക്കുന്നു. ഈ ആരോ മാർക്ക് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? ഈ ആരോ മാർക്ക് എന്തിനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. നേരത്തെ ഈ ആരോ മാർക്ക് എന്തിനെയാണ് കാണിച്ചത്? ഇലക്ട്രിക് ഫീൽഡിനെ. ഇപ്പോൾ ആരോ മാർക്ക് എന്തിനെയാണ് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ. മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു, അതിൽ ഞാനൊരു ചാർജിനെ വെച്ചു. ഇതാണ് ചാർജ്, Q എമൗണ്ട് ചാർജ്. അപ്പോൾ ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നാൽ അതിന് ഫോഴ്സ് കിട്ടത്തില്ല. അതിൻ്റെ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെറുതെ ഇരുന്നാൽ അതിന് ഫോഴ്സ് കിട്ടും. എത്ര ഫോഴ്സ് കിട്ടും? QE എമൗണ്ട് ഫോഴ്സ് കിട്ടും. എന്നാൽ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലാണ് വെറുതെ ഇരിക്കുന്നത് എങ്കിൽ അതിന് ഫോഴ്സ് കിട്ടത്തില്ല. അതിൻ്റെ ഫോഴ്സ് 0 ആണ്. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ചാർജ് ഈ ഫീൽഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി, ഒരു വേഗത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങി, സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് v എന്ന് പറയുന്ന ഒരു ടേം അഡീഷണൽ ആയിട്ട് അതിൽ വന്നു. അങ്ങനാണെങ്കിൽ ഇതിന് ഫോഴ്സ് കിട്ടാൻ തുടങ്ങും. ആ ഫോഴ്സ് ആണ് F = ആര്? ആ ഫോഴ്സ് ആണ് F = QVB. F = QVB.
QVB. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെറുതെ ഇരുന്നാൽ അതിന് ഫോഴ്സ് ഒന്നും തന്നെ കിട്ടത്തില്ല. അതിന് ഫോഴ്സ് കിട്ടും. എത്ര എമൗണ്ട് ഫോഴ്സ് കിട്ടും? QE എമൗണ്ട് ഫോഴ്സ് കിട്ടും. എന്നാൽ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ ഇരുന്നാൽ അതിന് ഫോഴ്സ് കിട്ടത്തില്ല. ആ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ആ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് ഫോഴ്സ് കിട്ടും. എത്ര ഫോഴ്സ് കിട്ടും? QVB ഫോഴ്സ് കിട്ടും. ഇനി ഒരു പ്രശ്നമുണ്ട്, ഈ ചാർജിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം? ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ചാർജിന് ഇങ്ങനെ എൻ്റർ ചെയ്യാം, അത് കണക്ക് ചാർജിന് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാം, ചാർജിന് മുകളിൽ നിന്ന് എൻ്റർ ചെയ്യാം, ചാർജിന് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യാം. എങ്ങനെ വേണോ ആ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാം, എങ്ങനെ വേണോ ആ ഫീൽഡിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ എൻ്റർ ചെയ്യുമ്പോഴും അതുണ്ടാക്കുന്ന ആംഗിൾ ഡിഫറൻ്റ് ആണ്. ഫീൽഡിന് നേരെ കയറുമ്പോൾ ചിലപ്പോൾ ആംഗിൾ 0 ആയിരിക്കും, ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കയറിയ ആംഗിൾ 180 ആയിരിക്കും, ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ 90 ആയിരിക്കും. അപ്പോൾ ആംഗിളിനനുസരിച്ച് ആ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഫീൽഡിൽ എങ്ങനെ കയറുന്നു എന്നത് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എങ്ങനാണോ കയറുന്നത് അതിനെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും. F എന്തെന്നാവും? QVB എന്തെന്നായി? സൈൻ തീറ്റ എന്നായി. അതായത് ഒരു സൈൻ തീറ്റയും കൂടെ അഡീഷണൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് വെറുതെ ഇരുന്ന QE ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ ഇരുന്ന ഫോഴ്സ് ഇല്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്ത ഫോഴ്സ് ഉണ്ട്. എത്ര ഫോഴ്സ് ഉണ്ട്? QVB സൈൻ തീറ്റ ഫോഴ്സ് ഉണ്ട്. എന്താണ് തീറ്റ? കയറുന്ന ആംഗിൾ. ഓക്കെ, എന്താണ് Q എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് ചാർജ്. എന്താണ് V? ചാർജ് മൂവ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. എന്താണ് B? ഏത് ഫീൽഡിലാണോ ചാർജ് മൂവ് ചെയ്തത് ആ ഫീൽഡിൻ്റെ അളവാണ് ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമവാക്യത്തിന് QVB സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ലോറൻസ് ഫോഴ്സ് 2 ടൈപ്പിലാണ്. ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെടുത്തി ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെടുത്തി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ F QE, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ F QVB സൈൻ തീറ്റ. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ, മാഗ്നറ്റിക് ഫീൽഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത്, പ്രതീകം സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ B ആണ്. B എവിടെ കണ്ടാലും മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് E ആണ്. ഇലക്ട്രിക് ഫീൽഡ് E ആണ്. മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. മാഗ്നറ്റിക് ഫീൽഡ് B. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റും പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ന്യൂട്ടൺ പെർ കൂളോംബ് എന്നാണ്, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് പണ്ട് കാലത്ത് ഉപയോഗിച്ച യൂണിറ്റ് അതാണ് CGS എന്ന് പറയും. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചു വന്നതിനെയാണ് CGS എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ CGS യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഗോസ് ആണ്. ഇനി ഒരു ഗോസ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സാമിന് ചോദിക്കാം. ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻4 ടെസ്ലയാണ്. ഒരു ഗോസ് എത്ര ടെസ്ലയ്ക്ക് തുല്യമാണ്? 10⁻⁻4 ടെസ്ലയ്ക്ക് തുല്യമാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റാണ് ടെസ്ല, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് ഗോസ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളോംബ് ആണ്, അല്ലെങ്കിൽ ഏതാണ്? വോൾട്ട് പെർ മീറ്റർ ആണ്. ഇത്രയും കാര്യം ഈ യൂണിറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിച്ചു വെച്ചിരിക്കും. ഇനി നമ്മൾ അപ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഈ വീഡിയോയിലൂടെ നമ്മൾ 2 ലോസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ലോയാണ് ബയോട്ട് സവാർട്ട് ലോ. അത് പറയാനാണ് ഞാൻ സോളിനോയിഡിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ആ സോളിനോയിഡൊക്കെ ഓർത്തിരിക്കും. ഇനി നമ്മൾ പോകുന്നത് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിലേക്കാണ്. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. പുതിയ സയൻസ് പഠിക്കുക, ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിക്കാത്ത കുട്ടികളാണ്, ബോട്ടണി സോളജി ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവർക്കൊക്കെ ഈ ടേമുകളൊക്കെ പ്രയാസമായിരിക്കും. ആംബിയർ സർക്യൂട്ടല്ലോ അതിൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും.
തൽക്കാലം നമുക്ക് എന്തായാലും പരീക്ഷ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇനി പഠിച്ചവർ തന്നെ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവർ തന്നെ ഇത് പലപ്പോഴും അവർ വിട്ടുപോവാം, മറന്നുപോവാം. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് പറ്റുന്ന രീതിയിൽ ഇത് ബൈഹാർട്ട് ചെയ്യുക, കാണാതെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഈ ടേമൊക്കെ ജസ്റ്റ് എവിടെ കാണുമ്പോൾ ഇത് ഇന്നതാണ്, μ0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, dB സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് വലിയ ഒരു ആഴത്തിലുള്ള പഠനമൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് PSC ലെവലിൽ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. എൻട്രൻസ് എക്സാമിനും നമ്മുടെ അല്ലാതെ +1 +2 അക്കാഡമിക് പരീക്ഷകളിലൊക്കെയാണ് അതിൻ്റെ തീവ്രമായിട്ടുള്ളതും ആഴത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആംബിയർ സർക്യൂട്ട് ലോ എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ഈ നിയമം പറഞ്ഞത് ഇങ്ങനെയാണ്: ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിലൂടെ ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്തൊരു പരിപാടി, ഈ കണ്ടക്ടറിന് ചുറ്റും ഞാനൊരു ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റിൽ എനിക്ക് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ പോയിന്റുമായി ബന്ധപ്പെടുത്തി ഞാനൊരു ലൂപ്പ് എടുത്തു, ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു. ഇതൊക്കെ ഇമേജിനറിയാണ്. ക്ലോസ്ഡ് ലൂപ്പ് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. അപ്പോൾ പോയിന്റുമായി ബന്ധപ്പെടുത്തി ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടെന്ന് ഞാൻ പരിഗണിക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്തൊരു പരിപാടി, ഇതിനെ ചെറിയ കുറേ ഭാഗങ്ങളാക്കി മാറ്റി. അങ്ങനെ ചെറിയ കുറേ ഭാഗങ്ങളാക്കി മാറ്റി അതിനെ DL എന്നാണ് പറയുന്നത്. അതാണ് ഈ DL, മനസ്സിലായ DL. എന്നിട്ട് എന്ത് ചെയ്തു, ഈ DL-ൽ ഉറപ്പായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഏത് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അടുത്ത DL-ൽ ഉണ്ടാവും, എല്ലാ DL-കളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ DL-ഉം ഉണ്ട്, എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു BDL ഉണ്ട്, അടുത്തൊരു BDL ഉണ്ട്, അടുത്തൊരു BDL ഉണ്ട്, അങ്ങനെ കുറേ BDL ഉണ്ട്. ആ കുറേ BDL-ന്റെ തുകയ്ക്ക് ഞാൻ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ BDL. അതാണ് ഇത് ഇൻ്റഗ്രൽ BDL, മനസ്സിലായ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ കറണ്ട് കടന്നു പോകുന്ന ചെറിയൊരു സെക്ഷൻ എടുത്തു, അതാണ് DL. ആ DL-ൽ ഉറപ്പായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ BDL ഉണ്ട്. കുറേ BDL-കളുടെ തുക, എല്ലാ BDL-നെയും കൂടെ ചേർത്ത് ഞാൻ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ BDL. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു കാര്യത്തിൻ്റെ തുകയാണ്, സമ്മേഷനാണ് ഇൻ്റഗ്രേഷൻ. BDL കുറേ തവണ കൂട്ടുന്നതിന് പകരം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇൻ്റഗ്രൽ BDL. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ഒന്നും എടുത്ത് ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രൽ ചെയ്ത് കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കൂല. ഇൻ്റഗ്രൽ BDL എന്ന ടേം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, BDL എന്ന് പറയുന്ന കാര്യത്തിൻ്റെ തുക, സം, അതിനെയാണ് ഇൻ്റഗ്രൽ BDL എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഇൻ്റഗ്രൽ BDL കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ലൂപ്പിൻ്റെ അകത്ത് എത്രയാണോ കറണ്ട്, ഈ ലൂപ്പിൻ്റെ അകത്ത് എത്രയാ കറണ്ട്, കറണ്ട്, ആ കറണ്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, μ0 ചെയ്താൽ മതി. ഇതാണ് എന്ത് ലോ? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. അപ്പോൾ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഇങ്ങനെ പറഞ്ഞത്, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇൻ്റഗ്രൽ B.dl എന്ന് എഴുതുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇൻ്റഗ്രൽ B.dl എന്ന് പറയുന്നത്. ആ ഇൻ്റഗ്രൽ B.dl എന്ന് പറയുന്നത് ആരാണ്? ആ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന കറണ്ട് ഇൻറ്റു ആരായിരിക്കും, μ0 ആയിരിക്കും എന്ന് പറഞ്ഞ ലോയിന് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്നറിയപ്പെടും. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ states that the line integral of magnetic field over a closed loop is equal to μ0 times total current enclosed by the loop. സ്റ്റേറ്റ്മെന്റ് കേട്ട് ഞെട്ടണ്ട. ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കറണ്ട് എലമെൻറ്റിൻ്റെയും തുക, അതിനെയാണ് ഇൻ്റഗ്രൽ B.dl എന്ന് പറയുന്നത്. അതെന്തിന് തുല്യമാണ്? അവിടുത്തെ കറണ്ടിൻ്റെയും μ0യുടെയും ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ഇൻറ്റു I ഇങ്ങനെ എഴുതാൻ കഴിയും. ഈ ലോ അറിയപ്പെടുന്ന പേര് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്നാണ്. ഒന്നും മനസ്സിലാകാത്ത കുട്ടികളെ ശ്രദ്ധിക്കുക. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 I. ഇനി ഈ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ വെച്ചുകൊണ്ട്
കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ബയോട്ട് സവാർട്ട് ലോ പഠിച്ചില്ലേ? ബയോട്ട് സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷനായിട്ടല്ലേ നമ്മൾ സർക്കുലാർ കോയിൽ പഠിച്ചത്. അതായത് ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിംഗ് ഷേപ്പിൽ വരുന്ന വസ്തുവിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ആംപിയർ സർക്യൂട്ട് ലാ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല വസ്തുവിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ലോസ് ആണ് ബയോട്ട് സവാർട്ട് ലോയും ആംപിയർ സർക്യൂട്ട് ലോയും. ഇനി ഇവിടെ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ വരച്ചതുപോലെ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എടുക്കുന്നു. ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് എത്ര എമൗണ്ട് ആണ് എന്ന് നമുക്ക് ഏത് ലോയിൽ നിന്ന് കണ്ടുപിടിക്കാം? ആംപിയർ സർക്യൂട്ട് ലോയിൽ നിന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B = μ0I എത്രയാണ്? 2πr ആണ്. μ0I 2πr ഫീൽഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. μ0 എന്താണെന്നറിയാം. μ0ക്ക് വിളിക്കുന്ന പേര് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. ഐക്ക് വിളിക്കുന്ന പേര് കറണ്ട് എന്നാണ്. ഇലക്ട്രിക് കറണ്ട്, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അതുപോലെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ കണ്ടക്ടറിൽ നിന്നും നിങ്ങൾ എത്ര അകലെയാണോ നിങ്ങൾ പരിഗണിക്കുന്നത്, എത്ര അകലെയുള്ള പോയിന്റ് ആണോ എടുക്കുന്നത്, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കാനുള്ളത്? ആ സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഇക്വേഷനാണ് B = μ0I 2πr. അപ്പോൾ ഇവിടെ ഇത്രയും ഈ പറഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഇത്രയും ഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കാനുള്ളത്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആംപിയർ സർക്യൂട്ട് ലായുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇത് ഉറപ്പായിട്ടും കാണാതെ പഠിക്കുക. ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റും എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ B = μ0I 2πr മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.